ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിന്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും അക്ഷരമുറ്റം ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒരു ഹാൻഡ്ബോൾ മത്സരത്തിന്റെ ദൈർഘ്യം എത്ര മിനിറ്റാണ്? ഉത്തരം 60 മിനിറ്റ്. ഹാൻഡ്ബോൾ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഉത്തരം 7 അംഗങ്ങൾ. ചന്ദ്രയാൻ 2 ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഉത്തരം GSLV മാർക്ക് 3. നെഹ്റുവിന്റെ വധു എന്ന് വിശേഷിക്കപ്പെട്ട ഗോത്രവർഗക്കാരി ബുധിനി മെജാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ബുധിനി എന്ന മലയാള നോവൽ രചിച്ചത് ആര്? ഉത്തരം സാറ ജോസഫ്. 2019 യുനെസ്കോയുടെ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ നഗരം ഏത്? ഉത്തരം ജയ്പൂർ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം അഹമ്മദാബാദ്. 2017 ജനുവരി 27 കേരള സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. 2019 ബാസിലിൽ നടന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ ചാമ്പ്യൻ ആര്? ഉത്തരം PV സിന്ധു. ഏത് രാജ്യത്താണ് ബാസിൽ നഗരം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. 2013 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സിംഗിൾസ് വെങ്കലം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം PV സിന്ധു. നിഹാൽ സരിൻ ഏത് കളിയിലാണ് പ്രശസ്തൻ? ഉത്തരം ചെസ്. മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം കാൽഷ്യം. കേരളത്തിൽ ഏറ്റവും അധികം ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പദം ഏത്? ഉത്തരം ഡ്രാഗൺ ഫ്ലൈ. അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ പോയ വർഷം ഏത്? ഉത്തരം 1972. ചന്ദ്രനിലെത്തിയ അവസാനത്തെയാൾ ആര്? ഉത്തരം യൂജിൻ സെർനാൻ. 2021 പരിസ്ഥിതി ദിനാചരണ സന്ദേശം എന്തായിരുന്നു? ഉത്തരം എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ. ആരുടെ ഡയറിയുടെ പേരാണ് കിറ്റി? ഉത്തരം ആൻ ഫ്രാങ്ക്. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ എന്ന പേരിൽ NRC പട്ടിക തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം അസം. മുള ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ജപ്പാൻ. ലോകത്ത് മുള ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ആര്? ഉത്തരം നെൽസൺ മണ്ടേല. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെ? ഉത്തരം പാരീസിൽ. ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഉള്ളത്. ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഏത് പാറയിലാണ്? ഉത്തരം ജഡായു പാറ. വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേര് എന്ത്? ഉത്തരം വഞ്ചിപ്പാട്ട്. ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച സംഘടന ഏത്? ഉത്തരം ഐക്യരാഷ്ട്രസഭ അഥവാ UN. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 20,000 റൺ തികച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം വിരാട് കോഹ്ലി. വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസനാവയവം ഏത്? ഉത്തരം ത്വക്ക്.
മരച്ചീനിയിൽ എവിടെയാണ് ആഹാരം സംഭരിക്കുന്നത്? ഉത്തരം വേരിൽ. 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയം അറിയപ്പെട്ടത് എങ്ങനെ? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രമേയം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മലയാളത്തിലെ മഹാകവിയാണ്. ആര്? ഉത്തരം വള്ളത്തോൾ. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിന്റെ പേര് എന്ത്? ഉത്തരം വിക്രം. ആമസോൺ കാടുകളിൽ ഭൂരിഭാഗവും ഏത് രാജ്യത്താണ്? ഉത്തരം ബ്രസീൽ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏതു ഭാഗമാണ്? ഉത്തരം വേര്. 2019 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത്? ഉത്തരം ഇംഗ്ലണ്ട്. ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരകാലത്ത് ബീഹാറിലെ കർഷകർ തങ്ങളുടെ ഭൂമിയുടെ കുറെ ഭാഗത്ത് നിർബന്ധമായും നീലം കൃഷി ചെയ്യണമെന്നും അത് വെള്ളക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് നൽകണമെന്നുമുള്ള വ്യവസ്ഥയുടെ പേര് എന്ത്? ഉത്തരം തീൻ കടിയ. 1947 സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം 500-ലേറെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച കാശ്മീരിലെ നാട്ടുരാജാവ് ആരാണ്? ഉത്തരം ഹരി സിംഗ്. PV സിന്ധു ലോക ബാഡ്മിന്റൺ ചാമ്പ്യനായത് ഏത് രാജ്യത്തിൽ നടന്ന മത്സരത്തിലാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിലുണ്ടായ ഏതു ചരിത്ര സംഭവത്തിന്റെ പേരിലാണ് ബ്രിട്ടീഷ് സർക്കാർ അടുത്തിടെ ഖേദം പ്രകടിപ്പിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് നൽകുന്നത് ഏതിനം വാഹനങ്ങൾക്കാണ്? ഉത്തരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക്. 16-ാം വയസ്സിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച പെൺകുട്ടി ആര്? ഉത്തരം മലാല യൂസഫ്സായി. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴ. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏത്? ഉത്തരം പസഫിക് സമുദ്രം. 2028 വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടാകും? ഉത്തരം 366 ദിവസങ്ങൾ. ഓണത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏത്? ഉത്തരം മധുരൈ കാഞ്ചി. ഇന്ത്യയിൽ 2017 ജൂലൈയിൽ GST സേവന നികുതി നിലവിൽ വന്നു. GST നികുതി വ്യവസ്ഥ നിലവിൽ വന്ന ആദ്യ രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ടെലിവിഷനിലെ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏത്? ഉത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുടുംബ ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതു കേന്ദ്രം? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.